हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। केरला में लंबे समय से लेफ्ट और कांग्रेस पक्ष और विपक्ष का ढोंग रचते रहे, जबकि ये हमेशा से एक ही थे। लेफ्ट कांग्रेस गठबंधन यानी इंडी अलायंस को केरला में भी बीजेपी ही हराएगी। വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ എടുക്കാനുള്ള പരിശ്രമവും ലക്ഷ്യവുമായി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ബി.ജെ.പി. അവിടെ മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണെന്ന് ഉറപ്പിച്ച മട്ടുണ്ട്. അദ്ദേഹം എത്രയോ കാലമായി തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യയിൽ തന്നെ ബി.ജെ.പി. തുടക്കമിടുന്നത് തൃശൂരിൽ നിന്നാണോ എന്ന് സംശയം. എന്തായാലും ഇന്ത്യ സഖ്യത്തെ ആകെ പരാജയപ്പെടുത്തും, കേരളത്തിൽ നിന്ന് ഇതിന്റെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു. മോദി കൂടി വരുന്നതോടെ തൃശൂരിൽ ത്രികോണ മത്സരം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമേ കളത്തിലുള്ളൂ. മറ്റു രണ്ട് മുന്നണികൾക്ക് സ്ഥാനാർത്ഥികളായിട്ടില്ല. സുരേഷ് ഗോപി ഇപ്പോൾ കാണിക്കുന്ന ഈ മികവ്, ഇപ്പോൾ കാണിക്കുന്ന ഈ ബഹളം അദ്ദേഹം ആവർത്തിക്കുമോ? തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോഴും സുരേഷ് ഗോപിക്ക് ആ മുന്നേറ്റം ദൃശ്യമാക്കാൻ കഴിയുമോ? നരേന്ദ്രമോദി വന്ന് വലിയ തോതിലുള്ള വനിതാ ജനസാഗരത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മറ്റു മുന്നണികൾക്ക് അത് ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ഈ വിഷയം സംസാരിക്കുന്നു ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ LS ലിജു CPIM-ൽ നിന്ന്, പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി എന്നിവരാണ് ഉള്ളത്. ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നോക്കൂ, എത്ര നാളുകളായി BJP തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അവിടെ സുരേഷ് ഗോപി വലിയ ജനസ്വീകാര്യതയ്ക്ക് ശ്രമിക്കുന്നു. ഫൈനലി നോക്കൂ, ഒരു വലിയ വനിതാ സംഗമം നടത്തുന്നു. സുരേഷ് ഗോപിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷ വനിതാ വോട്ടുകളാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം മോദി വന്നൊരു വനിതാ സംഗമം നടത്തുന്നു. മോദി അവിടെ വലിയ എന്താ പറയുക, ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്നു. നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടോ? BJPയെ സംബന്ധിച്ച് ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ എല്ലാം കാണിച്ച ഒരു ഇലക്ഷൻ ടാക്ടിക്സ് അതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിലപ്പുറം ഇതിനെ ഒന്നും കാണേണ്ടതായിട്ടില്ല. ഇതിനേക്കാൾ എത്രയോ വലിയ ആളും ആരവവുമായിരുന്നു കഴിഞ്ഞ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നത്. സ്ത്രീ വോട്ടർമാരെ കെട്ടിപ്പിടിക്കുന്നു, അവര് ഓടി വരുന്നു, എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിന് ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എന്താണ് കേരളത്തെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്നത് നമ്മൾ പല കാരണങ്ങളും പല റീസൺസും പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ നിലനിൽക്കുന്ന മതേതര വികാരം എന്ന് പറയുന്നതാണ്. ആ മതേതര വികാരവും ആ ജനാധിപത്യ ബോധവും അതിനെക്കുറിച്ച് ബോധ്യമുള്ള വോട്ടർമാരുമുണ്ട് എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് ഇവിടെ നിലം തൊടാൻ കഴിയാത്തത്. ഇനി ആരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും, പ്രധാനമന്ത്രി വന്നു എന്ന് പറഞ്ഞാലും, അമിത്ഷാ വന്നു എന്ന് പറഞ്ഞാലും, സുരേഷ് ഗോപി വന്നു എന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. എന്താണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം? ജനങ്ങളുടെ വിഷയങ്ങളല്ലേ. ഏത് വിഷയങ്ങളിലേക്കാണ് BJP ഇപ്പോൾ ആളുകളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് നിലനിൽക്കുന്ന നിരവധി വിഷയങ്ങൾ എടുക്കുക. ഏതെങ്കിലും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഈ പ്രസംഗത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്ത്രീകളോട് പറയുന്നുണ്ട്, നാരീശക്തിയെ പറ്റി പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നുണ്ട്, ഉജ്ജ്വല ഗ്യാസ് യോജനയെ പറ്റി പറയുന്നുണ്ട്, സ്ത്രീ സംവരണം നടപ്പിലാക്കിയത് ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും വാസ്തവവുമായി വല്ല ബന്ധമുള്ളതാണോ? സ്ത്രീ സംവരണം തന്നെ എടുക്കാം. ഞാൻ അതിലേക്ക് മാത്രം പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് നിരവധി വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതൊരു വനിതാ സംഗമമായിരുന്നു, അതിലായിരുന്നു ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തത് എന്നുള്ളത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാരീശക്തി എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി. അതിന് വിവിധങ്ങളായ ഉദാഹരണങ്ങൾ കഴിഞ്ഞ 9 വർഷമായി നമ്മൾ കാണുകയാണ്. ഈ 9 വർഷത്തിനപ്പുറം ഭരിച്ച BJPയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 8 മാസമായിട്ട് ചർച്ച ചെയ്യാം വനിതാ ബില്ലിനെ കുറിച്ച്. നല്ല ബോധ്യമുണ്ട് വനിതാ നേതാക്കന്മാർക്ക്, BJPയുടെ വനിതാ നേതാക്കന്മാർ സ്മൃതി ഇറാനി, നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് നടപ്പിലാവില്ല എന്നുള്ളത്. കാരണം സെൻസസ് നടന്നിട്ടില്ല, നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഡീലിമിറ്റേഷൻ അത് കഴിഞ്ഞിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഇത് നടത്താൻ പോവുകയാണ്. ഇതെന്താണ് 21-ൽ നടത്താതിരുന്നത്?
2021 യഥാർത്ഥത്തിൽ സെൻസസ് നടത്തേണ്ടത്. 2011 നടന്ന സെൻസസിന് ശേഷം 10 വർഷം കഴിയുമ്പോൾ നടക്കേണ്ട ഈ സെൻസസ് എന്തുകൊണ്ടാണ് ഇതുവരെ അത് വെച്ച് വൈകിപ്പിച്ചത്? അപ്പോൾ ഇതിനോടുള്ള ആത്മാർത്ഥതയില്ലായ്മ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് മനസ്സിലാവില്ല. ഇവിടെ വന്ന് പ്രസംഗിച്ചതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ 21 നടക്കാൻ അതിന് ആ പ്രോസസ്സ് നടക്കാതിരുന്നിട്ട് ഇപ്പോൾ ഭരണം തീരാറായപ്പോൾ ബില്ല് പാസ്സാക്കിയെന്ന് പറയാം. ബില്ല് UPA ഗവൺമെന്റ് പാസ്സാക്കിയതല്ലേ? രാജ്യസഭയിൽ പാസ്സാക്കിയല്ലോ. അന്ന് ലോക്സഭയിൽ ഉണ്ടായ നിർഭാഗ്യകരമായ ചില കാരണങ്ങൾ കൊണ്ട് ലോക്സഭയിൽ പാസ്സാകാൻ കഴിയാതെ പോയി. അന്ന് രാജ്യസഭയിൽ പാസ്സായി എന്നതുപോലെ തന്നെയാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ. അപ്പോൾ അതിന് വനിതാ സംവരണം എന്ന് പറയുന്നത് നടപ്പിലാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അത് നടത്താൻ കഴിയുന്നത്. പിന്നീടും നടത്താൻ കോൺഗ്രസ് അതിന് മുൻകൈയെടുത്തു. ശ്രീമതി സോണിയാഗാന്ധി മുൻകൈയെടുത്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, വേണ്ട രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ഘടകകക്ഷികളുമായ ചില ആളുകൾക്ക് അതിനോടുള്ള വിയോജിപ്പൊക്കെ കാരണം പൂർണ്ണമായി നടപ്പിലാക്കാൻ UPAയുടെ ഭരണകാലത്ത് കഴിഞ്ഞില്ല. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ് നരേന്ദ്രമോദി. ഉജ്ജ്വല ഗ്യാസിനെ പറ്റി പറയുന്നു. ഏത് പാവപ്പെട്ടവർക്കാണ് ഇപ്പോൾ അത് വാങ്ങിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കിയാൽ ഇപ്പോഴും അവർ ഈ ഗ്യാസ് കുറ്റിയും ഈ അടുപ്പും ഒക്കെ എടുത്ത് മുകളിൽ വെച്ചിട്ട് ഏതെങ്കിലും ചായ്പിൽ വെച്ചിട്ട് ഇപ്പോഴും ചാണകം തന്നെ ഉണക്കിയാണ് കത്തിക്കുന്നത്. കാരണം ഇത് വാങ്ങാനുള്ള പണമില്ല. അപ്പോൾ സൗജന്യമായി കണക്ഷൻ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടർ വാങ്ങേണ്ടത്? 1000 രൂപയ്ക്ക് അപ്പുറം കൊടുത്തു വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഈ പറയുന്ന ഈ സോകോൾഡ് പാവപ്പെട്ട സ്ത്രീകൾ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് BJPയുടെ ഇന്ന് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ മുഴുവൻ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് BJP ദീർഘമായി സംസാരിക്കുന്നു. പക്ഷെ വനിതാ സംവരണ ബില്ല് എന്ന് നടപ്പിലാകുമെന്നൊരു ഉറപ്പുമില്ല. അപ്പൊ അത് BJP ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് നടത്തുന്നത് എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. അതിനുള്ള സാധ്യതകൾ എമ്പാടുമുണ്ട്. കാരണം എന്നാണ് ഈ സംവരണം അനുസരിച്ച് ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുകയെന്ന് സ്ത്രീകൾ ചോദിച്ചാൽ BJPക്ക് ഒരു ഉത്തരവില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഓക്കെ, ഉജ്ജ്വൽ യോജനയെക്കുറിച്ച് പറയാം. അത് ആദ്യം എല്ലാവർക്കും കുറച്ച് സിലിണ്ടർ കൊടുക്കുന്നുണ്ട്. രണ്ടാമത് റീഫിൽ ചെയ്യുന്ന ആളുകളുടെ എണ്ണം തുച്ഛമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നുണ്ട്. കാരണം സർക്കാർ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ രണ്ടാമത് ഫില്ല് ചെയ്യാൻ ആളുകൾക്ക് കഴിയുന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ നോക്കൂ, നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂരിനെ കുറിച്ചാണ്. തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് വിഹിതം എത്ര, അതിന് മുമ്പുണ്ടായിരുന്ന എത്രയാണ്? 10% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്താ പറയുക, വലിയ മുന്നേറ്റം പ്രകടമാക്കിയ വിജയത്തിൻ്റെ പരിസരത്തേക്ക് കൂടി കടന്നു വരുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. ഇപ്പോൾ അത് കൂടുതൽ നേരം സമയമെടുത്ത് വളരെ നേരത്തെ കാലയെ കൂട്ടി പ്രവർത്തിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇടപെടുന്നു. മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നു. അവിടുത്തെ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പദയാത്ര നടത്തുന്നു. അങ്ങനെ മണ്ഡലത്തിൽ സജീവമായി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണ്. ശരിയാണ്, മോദി വന്ന് പ്രസംഗിക്കുന്ന പല കാര്യങ്ങളും അർത്ഥശൂന്യമാണെന്നൊക്കെ പറയാമെങ്കിലും സുരേഷ് ഗോപി ഉണ്ടാക്കുന്നുവെന്ന് കാണപ്പെടുന്ന ഒരു ഗ്രിപ്പുണ്ടല്ലോ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും കൺസേൺഡ് അല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണോ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്ന ആർക്കാണ്? BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് BJPയുടെ അല്ല. ഞാൻ ചോദിച്ചോട്ടെ നിഷാദെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അതായത് കമ്മീഷണർ സിനിമ കണ്ടിട്ട് ആരെങ്കിലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ കേട്ടിട്ട് അദ്ദേഹം കളക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അത്രയ്ക്ക് ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളാണോ തൃശ്ശൂരുള്ളത്? തൃശ്ശൂർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? തൃശ്ശൂർ ഇന്ന് അവർ നടത്തുന്നത്, ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും അധികം ഹിന്ദു വോട്ടും ക്രിസ്ത്യൻ വോട്ടുമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാം BJP എല്ലാ കാലത്തും ജാതി വോട്ട് കേന്ദ്രീകരിച്ചു മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനമാണ്. എന്താണ് ഒരു പ്രധാനമന്ത്രി വന്ന് പ്രസംഗിക്കുകയാണ്, ബിഷപ്പുമാർക്ക് നന്ദി പറയുന്നു, ബിഷപ്പുമാരെ ക്രിസ്മസ് വിരുന്നിന് വിളിക്കുന്നു. അപ്പോൾ എന്നിട്ട് വിളിച്ചിട്ട് ക്രിസ്ത്യാനികളുടെ എന്തെങ്കിലും വിഷയം സംസാരിച്ചോ? അവരുടെ പ്രശ്നങ്ങൾ, രാജ്യം മുഴുവൻ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് സംസാരിച്ചോ? ഇതൊന്നും പറയുന്നില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ഇവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രി ഒരു വിഗ്രഹം കിട്ടിയപ്പോൾ അത് സരയൂലെറിയൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം നിരീശ്വരവാദി ആയതുകൊണ്ടല്ല. അദ്ദേഹം അത് പറയാൻ കാരണം ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ പോകുന്ന വർഗീയ ലഹളകളെ കുറിച്ച് ഓർത്താണ്. ശരിയാണ്, നെഹ്റു അങ്ങനെ പ്രസംഗിച്ചു. ഒഴുക്കിയില്ല, നെഹ്റുവിന്റെ സർക്കാരിന്റെ കീഴിൽ വന്ന് ഒഴുക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കണം. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, നിങ്ങൾക്ക് പ്രതിജ്ഞാ ലംഘനത്തെ കുറിച്ച് പറയുമ്പോഴും ഞാൻ തൃശ്ശൂരിൽ മാത്രം ഫോക്കസ്, നിങ്ങൾക്ക് നോക്കൂ, BJP പലതരം വാഗ്ദാനങ്ങൾ നൽകുന്നു, നിറവേറ്റുന്നില്ല. മണിപ്പൂരിൽ വലിയ കലാപം ഉണ്ടാകുമ്പോൾ അതിന് മൗനാനുവാദം കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും
1,00,000-ൽ നിന്ന് 2,90,000-ലേക്ക് തൻ്റെ വോട്ട് നമ്പർ വർദ്ധിപ്പിച്ച ആൾ തൊട്ടു മുമ്പുള്ള സ്ഥാനാർത്ഥിയേക്കാൾ 1,90,000 വോട്ട് അധികം നേടി സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റ്. നമ്മൾ ഈ മതനിരപേക്ഷ കേരളം BJP എക്കാലത്തും എതിർക്കും, BJPക്ക് വോട്ട് കുറയാണ്, സ്വീകാര്യത കുറയാണെന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ട്രെൻഡ് നിങ്ങൾ കാണുന്നില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടുന്ന കുറച്ച് വോട്ടുകൾ ഉണ്ടാവാം, അതുകൊണ്ട് ജയിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ പാർലമെന്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആർക്ക് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്? BJPയുടെ നയങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. BJPയുടെ നയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് രാജ്യം എല്ലാ കാര്യത്തിലും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പട്ടിണി ഇൻഡെക്സിൽ രാജ്യം ഏറ്റവും പുറകിലാണ്. നമ്മുടെ ഏറ്റവും അശക്തമെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലതും നമുക്ക് മുമ്പിലാണ്. അപ്പോൾ പട്ടിണി ഇൻഡെക്സിൽ പിന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ വനിതാ ജെൻഡർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ പിന്നിലാണ്. വിമൻസ് ജെൻഡർ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഇവിടെ കോർപ്പറേറ്റുകൾ, അദാനി പോലുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നയം രൂപീകരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തുലച്ചിരിക്കുന്നു. രാജ്യത്ത് മതേതരത്വം ഇല്ലാതായിരിക്കുന്നു. രാജ്യത്ത് സ്ത്രീകൾക്ക് പീഡനമേൽക്കേണ്ടി വരുന്നു. ആ പീഡനത്തിന്റെ മുഴുവൻ പ്രതിപട്ടികയിൽ BJPയുടെ നേതാക്കന്മാരാകുന്നു. ഇവിടെ ഗുസ്തി താരങ്ങൾക്ക് പോലും രാഷ്ട്രീയത്തെയാണ് നോക്കിക്കാണുക. അങ്ങനെ നോക്കിക്കാണുമ്പോൾ അത് മുഴുവൻ അർത്ഥരഹിതമാണ്, പൊള്ളയാണ് എന്ന് മനസ്സിലാകുമെന്നതാണ്. എന്നോടൊപ്പം CPM-ന്റെ പ്രതിനിധി കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ LS ലിജു, എന്താ നരേന്ദ്രമോദി വരുന്നു, 2 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് BJP വലിയ ആരവമുണ്ടാക്കുന്നു, വലിയൊരു അന്തരീക്ഷം കാണുന്നുണ്ടല്ലോ. ആ അന്തരീക്ഷത്തെ നിങ്ങൾ സീരിയസ് ആയി എടുക്കുന്നുണ്ടോ? ഇവിടെ നേരത്തെ ഇതേ നിലയിൽ തന്നെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് നരേന്ദ്രമോദി പങ്കെടുത്തുകൊണ്ടൊരു യോഗവും സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ അതിലൊന്നും ഈ പറഞ്ഞ നിലയിലേക്ക് ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കുക, ആ ആൾക്കൂട്ടം സൃഷ്ടിച്ചതിന് ശേഷം ഞങ്ങൾ BJP ഇവിടെ വലിയ വളർച്ചയിലാണ് നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ എന്ന് കാണിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നടക്കുന്നത്. ആ പരിശ്രമത്തിലൂടെ കേരളത്തിലാകമാനം BJP വളർന്നു എന്ന് കാണാനും കഴിയില്ല. ഇത് തീർത്തും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി. നമുക്കറിയാം, ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള വലിയ അതിക്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ മറുഭാഗത്ത് സ്ത്രീകളെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ സ്ത്രീകളോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്നതിനും സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന ഒരു പേരുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയ പരിശ്രമമാണ് ഈ ഇന്നിപ്പോൾ വിളിച്ചു ചേർത്ത ഈ യോഗത്തിനകത്ത് ഞങ്ങൾ വിലയിരുത്തുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ BJPക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും ഇന്നത്തെ സ്ഥിതിയിൽ ഒരുപക്ഷെ സ്ത്രീകൾ അംഗീകരിക്കുമെന്ന് പോലും ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഒരു കൂട്ടം ഉണ്ടാക്കിയ ആ കൂട്ടമാണ് കേരളമാകെ ഉള്ളത് എന്ന് സ്ത്രീകളായി കാണേണ്ടതുമില്ല. പിന്നെ ഇവർ 10 പേരെ പങ്കെടുപ്പിക്കുന്നുവെങ്കിൽ 90 ആളുകളും ഒരുപക്ഷെ BJPയുടെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളാണ് കേരളത്തിനകത്തുള്ളത് എന്നാണ് ഞങ്ങൾ ഇതിനകത്ത് വിലയിരുത്തുന്നത്. അതുകൊണ്ട് കേരളത്തിനകത്തൊന്നും ഇവർ ഈ ഇത്തരത്തിലേക്കുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ ഇവർക്ക് പിടിച്ചു കയറാൻ കഴിയുമെന്നും ഞങ്ങൾ കരുതുന്നില്ല എന്നുള്ളതാണ്. ശരി, ഞാനൊന്ന് പറയാം. പ്രിന്റു മഹാദേവ് BJP പ്രതിനിധിയോടൊപ്പം. പ്രിന്റു, BJPയുടെ പ്രചാരണാർത്ഥം നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിക്കുന്ന കാര്യങ്ങളെയാണ് ജനങ്ങൾ എടുക്കുക, അല്ലാതെ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രഭയല്ല, സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തിൻ്റെ പ്രഭയല്ല. മറിച്ച് BJP എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു, എന്ത് ഭരണ നേട്ടം അവതരിപ്പിക്കുന്നു, ഇവ രണ്ടും പരിശോധിച്ചാലും കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ആശാവഹമായി ഒന്നും അതിലില്ല. ഈ നാരീശക്തി മോദിക്കൊപ്പം എന്ന് പറയുമ്പോൾ അപ്പുറത്ത് റെസ്ലിംഗ് താരങ്ങൾ സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ വിലപിക്കുന്നത് നാം കാണുന്നു. ബിൽക്കിസ് ബാനുവിനെ നാം കാണുന്നു. മണിപ്പൂരിലെ സ്ത്രീകളെ നാം കാണുന്നു. വനിതാ സംവരണ ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്ന് നടപ്പിലാക്കുമെന്ന് ഒരു ഉറപ്പും പറയാൻ കഴിയാത്ത വിധമുള്ള അർത്ഥശൂന്യത അതിൽ കാണുന്നു. അത് വായിച്ചു മനസ്സിലാക്കാൻ ശേഷിയുള്ള പ്രബുദ്ധ ജനങ്ങളുള്ള നാട്ടിൽ ഈ അഭ്യാസം നടക്കില്ല എന്ന കോൺഫിഡൻസ് കോൺഗ്രസിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും ഈ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഞാനിന്ന് നമുക്കെല്ലാം അറിയാം, ആദരണീയനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ പേരിൽ വന്ന് നടത്തിയിട്ടുള്ള ഒരു ക്ലാസിക്കൽ പ്രസംഗം, ഒരു സാധാരണ രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്ത് വികസിത ഇന്ത്യ എങ്ങനെയാണ് ഈ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എണ്ണി അക്കമിട്ട് അദ്ദേഹം അവിടെ നിർത്തുകയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ മുദ്രാവാക്യം തന്നെ സ്ത്രീകൾ നയിക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ സ്ത്രീ വികസനത്തിലൂടെയുള്ള സർക്കാർ എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി തന്നെ. ഇവിടെ നമുക്കറിയാലോ, നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു
വാക്കുണ്ട്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി കണ്ടാണ് ഇന്ന് 1.5 ലക്ഷത്തോളം സ്ത്രീ സമൂഹം യാതൊരു തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകളല്ല, ആരെയും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരല്ല, ഏതെങ്കിലും പണം കൊടുത്ത് കൊണ്ടുവന്നവരല്ല, നരേന്ദ്രമോദി എന്ന വ്യക്തിയിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ പേരൂരിൻ്റെ മണ്ണിൽ 1.5 ലക്ഷത്തോളം സ്ത്രീകൾ അണിനിരക്കുന്ന കാഴ്ച കണ്ടു. അവിടെ മോഡി വന്ന സമയത്ത് നിശാന്തിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അവിടെ ഉയർന്ന ആരവങ്ങൾ, നരേന്ദ്രമോദി കിട്ടിയ സ്വീകാര്യത, സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിലെ സ്ത്രീകൾ എത്രത്തോളം അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നേരത്തെ ആദരണീയനായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് പറഞ്ഞല്ലോ, വനിതാ സംവരണം നടപ്പിലാക്കിയിട്ടില്ല എന്ന്. എന്ത് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് കൂടിയായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്ര വർഷമായി നമ്മുടെ പാർലമെൻറ്റിനകത്ത് നമുക്കറിയാലോ, ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് ഉന്നയിക്കുന്ന സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നേക്കാൾ മുമ്പ് രൂപീകരിച്ചിട്ടുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റിനകത്താണ് അത് പറയുന്നത്. പിന്നീട് നോക്കൂ, നിങ്ങൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് 9 വർഷവും അതിനപ്പുറത്ത് വാജ്പേയി ഭരിച്ചത് 6 വർഷമാണ്. ഒരു സർക്കാർ എത്ര നയചാതുര്യത്തോടുകൂടി എല്ലാവരിലെയും ആ കാര്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് 2023 സെപ്റ്റംബർ 21 ആ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കുന്നത്. സെപ്റ്റംബർ 28 തന്നെ അതിവേഗതയിൽ രാഷ്ട്രപതി ഇതിൽ ഒപ്പിടുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇത് പാസ്സായില്ല, ഇത് വരുമോ? രണ്ടാമതൊരു കാര്യം, ഒരു നിയമം വന്നത് നടപ്പിലാക്കാനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ, അത് കൊടുക്കൂ. ഇത് പാർലമെൻറ്റിൽ 33% സംവരണം പാസ്സാക്കിയത് ആരാ? എത്ര തവണ? 7 തവണയാണ് മൻമോഹൻ സിംഗിന്റെയും സോണിയാഗാന്ധിയും ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സാധിച്ചിരുന്നോ? ഏതു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് നടപ്പിലായോ പിന്റു? അല്ല, ഞാനൊന്ന് പറയട്ടെ, സംവരണം നടപ്പിലാവുമല്ലോ സാർ. നമുക്കറിയാം, ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഈ രാജ്യത്തിന്റെ ഭരണഘടനാ പദവിക്കനുസരിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ വരാതെ പറ്റില്ലല്ലോ സാർ. നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾ ഈ ബില്ലിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ദുരുപദിഷ്ടവും സങ്കീർണവുമായ വ്യവസ്ഥകൾ കാരണമാണ് അത് ഈ 2024 തെരഞ്ഞെടുപ്പിൽ നടക്കാത്തത്. ഈ 2024 തെരഞ്ഞെടുപ്പിൽ അത് നടപ്പിലാക്കുന്നതിന് സാധാരണ നിലയ്ക്ക് ഒരു തടസ്സവുമില്ല. പക്ഷേ 2024 ഇത് പാടില്ല എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചില തടസ്സവാദങ്ങൾ, ചില എന്താ പറയുന്നത് അത്ഭുതകരമായ ചില നോംസ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിന് ഇപ്പം നടപ്പിലാക്കാതിരിക്കാൻ? എന്നാൽ 2029 നടക്കുമോ? 2034 നടക്കുമോ? നോ ക്ലാരിറ്റി. താങ്കൾക്കില്ല ക്ലാരിറ്റി, പ്രിന്റിന് ക്ലാരിറ്റി ഇല്ല. നമുക്ക് കാണാം സാർ. ഞാൻ പറയാം, 2020 ഞാൻ മോഡി പറഞ്ഞൊരു കാര്യം, 2026 കൂടിയിട്ട് ഈ രാജ്യത്തിനകത്ത് ഈ നിയമം വരും സാർ. നമുക്ക് അന്നത് ചർച്ച ചെയ്യാം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഈ പ്രശ്നം നിങ്ങളുടെ വനിതാ സംവരണ ബിൽ ഒരു തട്ടിപ്പാണ്. 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ അവരുടെ ആക്ഷേപത്തെ കുറിച്ച് പറയാം. കാരണം നടപ്പിലാകാൻ പോകുന്ന ഒന്നല്ല, എന്ന് നടപ്പിലാകുമെന്ന് വ്യക്തതയില്ലാത്ത ഒരു ബിൽ നാമമാത്രമായി പാസാക്കി, എന്നിട്ട് നിങ്ങളൊരു വലിയ പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ നടത്തുന്നു. എന്നതിനപ്പുറത്തേക്ക് ഇന്ന് അവിടെ വന്നിട്ടുള്ള ജനങ്ങളോട് എപ്പോൾ മുതൽ നിങ്ങൾക്ക് സംവരണത്തോടെ മത്സരിക്കാൻ കഴിയും എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിയില്ല. കാരണം നിങ്ങളുടെ പ്ലാനിൽ ഇപ്പോൾ തൽക്കാലം ഇല്ല. സാർ കഴിയും സാർ. 2026 കൂടി ഈ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കും സാർ. ഇന്ത്യയുടെ രാജ്യസഭയും ലോക്സഭയും പാർലമെന്റ് അതും കഴിഞ്ഞ് നമ്മുടെ രാഷ്ട്രപതി ഒപ്പിട്ട ഒരു ബില്ലിനെ, ഒരു നിയമത്തെ നിങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്ത്? ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയല്ല, ഈ രാജ്യത്തെ അവകാശമാണ്. ആ അവകാശത്തെ കൃത്യമായി ഞാൻ ചോദിക്കുന്ന, ഒപ്പിട്ട് കഴിഞ്ഞ് എല്ലാ ഫോർമാലിറ്റീസും പൂർത്തിയായ ബിൽ എന്തുകൊണ്ട് 2024 നടക്കുന്നില്ല? സാർ, സെൻസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞല്ലോ. എന്തിനാ സെൻസസ്? അത് വിശദീകരിക്കാമോ? ദീപ്തി മേരി വർഗീസ് അവരുടെ ഭാഗം പറഞ്ഞു. നിങ്ങളൊന്ന് പറയാമോ? നിങ്ങൾ എന്താ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് സംസാരിച്ചത്, അവതരിപ്പിച്ചതല്ല. നിങ്ങൾ എന്തിനാണ് സെൻസസ് എന്തിനാണ് നടപ്പിലാക്കാൻ? ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഞാൻ പറട്ടെ, ഇപ്പം നമ്മൾ ഇലക്ഷൻ, എല്ലാ സ്ഥലങ്ങളിലും ഇലക്ഷൻ വരുന്നു. സ്വാഭാവികമായി നിയമസഭകളുണ്ട്, സ്വാഭാവികമായി അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഒരു നിയമം പാസ്സാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ എല്ലാ വശങ്ങളും കൂടി പരിശോധിക്കണ്ടേ? സ്വാഭാവിക ഒരു നിയമം ബില്ല് വന്നു, സ്വാഭാവികമായി അടുത്ത ഘട്ടത്തിൽ അത് പാസ്സാകും. അത് പാസ്സാക്കാത്ത സാഹചര്യത്തിൽ, ഇത് വരാത്ത സാഹചര്യത്തിൽ നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇത് ബില്ല് പാസ്സായല്ലോ സാർ, വരും. നമ്മൾ കാത്തിരിക്കാം സാറേ. നമുക്ക് പറയാം, ഒരുപാട് ബില്ലുകൾ നമുക്കറിയാലോ, ഈ അതികഠിന കണ്ടകരണീയമായിട്ടുള്ള ഒരുപാട് എത്രയോ കാലമായി നമ്മൾ കാത്തിരുന്ന ഒരു ബിൽ നരേന്ദ്രമോദി സർക്കാർ സാധ്യമാക്കി എന്ന വാചകം അർത്ഥശൂന്യമായ വാചകമാണ്. ഇനിയും എത്ര കാലം ഇങ്ങനെ അനന്തമായി കാത്തിരിക്കണം എന്നതിൽ ഒരു വ്യക്തതയും ഇല്ലാത്തതാണ് ഈ ബിൽ. അതാണ് എന്റെ പോയിന്റ്.
അല്ലാതെ നിങ്ങൾക്ക് ഇത്ര കാലമായി നിങ്ങൾ കാത്തിരിക്കുകയല്ലായിരുന്നോ പ്രിയ വനിതകളെ? നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് മുതൽ നടപ്പിലാകുന്ന ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു ബില്ല് നിങ്ങൾ പാസാക്കി. അതുകൊണ്ട് അനന്തകാലം സ്ത്രീകൾ കാത്തിരുന്ന ഒരു സംഗതി ഞങ്ങൾ സാധ്യമാക്കി എന്ന വാചകം പറയല്ലേ, അത് ബോറാണ്. അല്ല, ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ സാർ അത് നാളെ തന്നെ അത് പ്രാബല്യത്തിൽ വരും എന്നുള്ള ദുശാഠ്യം എന്തിനാ നമുക്ക് വന്നല്ലോ പാർലമെന്റിനകത്ത്. നിങ്ങൾ സ്വാഭാവികമായി ഞാൻ പറയുന്നത് 2026 ഇന്ത്യയുടെ ഈ നിയമസഭയിലും പാർലമെന്റിനകത്തും ഈ നിയമം വരും. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം സാർ, അത് മാത്രമല്ലല്ലോ ഞാൻ പറയാൻ അനുവദിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ഈ രാജ്യത്തിലെ 11 കോടി ജനങ്ങൾക്ക്, ഈ 11 കോടി ജനങ്ങൾക്കാണ് സ്വാഭാവികമായിട്ട് ഉജ്ജൽ ഗ്യാസ് യോജന. ഈ ഉജ്ജൽ ഗ്യാസിനെ കുറിച്ച് എത്ര നിന്ദ്യമായ വാക്കിലാണ് ദീപ്തി മേരി വർഗീസ്. നോക്കൂ, ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും അടുപ്പിനകത്ത് ചാണകം കത്തിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ജനതയുണ്ട്. ആ ജനതയ്ക്ക് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുക്കുമ്പോൾ 11 കോടി ജനങ്ങൾക്ക് ഗ്യാസ് കൊടുത്തപ്പോൾ ഈ ദീപ്തി മേരി വർഗീസിനൊക്കെ പുച്ഛമടക്കാനും ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള ഈ ഫ്യൂഡൽ മാടമ്പി അല്ലെങ്കിൽ ജനിച്ചു വീണത് തന്നെ വെള്ളിക്കരണ്ടി പോലെയുള്ള ആളുകൾക്ക് അത് വലിയൊരു പ്രശ്നമാവില്ല ഗ്യാസ്. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതൊരു പ്രശ്നമാണ് സാർ. ഉത്തരേന്ത്യയിൽ ചാണകം കൊണ്ട് അടുപ്പ് കത്തിക്കുന്ന ജനങ്ങൾക്കാണ് ഉജ്ജൽ ഗ്യാസ് ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ ഉത്തരവാദിത്തോടെ വിളിക്കണം എന്നാണ് ഞാൻ പോയിന്റാണ് പറഞ്ഞത്. ഞാൻ നിയമപരമായി നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ല പ്രിന്റ്, ഒരു കാര്യം കൂടി, നിങ്ങൾ ഉജ്ജ്വൽ യോജന പദ്ധതി പാവപ്പെട്ടവൻ ഒരു സെക്കൻഡ്, അല്ല ദീപ്തി മേരി വർഗീസിന് അതിനുള്ള മറുപടി പറയാനുള്ള അവസരം ഞാൻ പ്രത്യേകമായി തരും. അതിന് മുമ്പ് പ്രിന്റ് ഒരു കാര്യം കൂടി ദീപ്തി ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് നിങ്ങൾ ഉജ്ജ്വൽ യോജന പ്രകാരം ആളുകൾക്ക് ഗ്യാസ് കൊടുക്കുന്നു. എത്ര പേർക്ക് ആ ഗ്യാസ് ഓരോ തവണയും റീഫിൽ ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി, ബയിങ് കപ്പാസിറ്റി, വാങ്ങൽ ശേഷി ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഉജ്ജ്വല യോജനയുടെ കണക്ക് പരിശോധിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ എത്ര പേർ ആദ്യം കൊടുത്ത കുറ്റി രണ്ടാമത് റീഫിൽ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് പറയാമോ പ്രിന്റു? സാർ, നമ്മൾ ഈ റീഫില്ലിൻ്റെ കണക്കും ഇങ്ങനെ നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ വെച്ചിട്ട് ഒരു യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത് സാർ. ഞാനൊന്ന് ചോദിക്കാം, അടുത്തത് ഞാൻ പറയാം. രണ്ടാമത്തെ വെക്കാം സാർ. ഞാനൊരു പാവപ്പെട്ട നിങ്ങൾ ആദ്യം ഒരു ഗ്യാസ് അത് ഉപയോഗിച്ചു, ഒരു മാസം കൊണ്ട് കത്തിച്ചു കഴിഞ്ഞു. രണ്ടാമത് വാങ്ങിക്കാൻ എത്ര പേർക്ക് ശേഷിയുണ്ട്? നിങ്ങൾ രണ്ടാമത് മേടിക്കാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞുതരാം സാർ, ഞാൻ പറഞ്ഞു തരാം. ഇന്ന് സാധാരണക്കാരന്റെ വീടിനകത്ത് ഇന്ത്യൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രകാരം ഒരു വീട്ടിനകത്ത് നിന്ന് ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ 311 രൂപയാണ് സാർ സ്ത്രീകൾക്ക് കൊടുത്തത്. മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഇത് 199 രൂപയായിരുന്നു സാർ. 311 രൂപയാണ് ഈ സാധാരണ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതികളെ ആളുകൾക്ക് ഇന്ന് ലഭിക്കുന്നത്. 100 തൊഴിൽ ദിനങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇനി അടുത്തൊരു കാര്യം, ഈ കേരളത്തിൽ മാത്രം 80 ലക്ഷം വനിതകൾക്കാണ് സാർ ബാങ്ക് അക്കൗണ്ട്, ജൻധൻ യോജന വഴി അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു രൂപയുടെ സാനിറ്ററി പാഡ് എത്ര പേര് റീഫിൽ ചെയ്യുന്നുള്ള കണക്കുണ്ടോ? ഞാൻ അതാ ചോദിക്കുന്നത്. മൻരേഗ പദ്ധതി വഴി ആളുകൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ജനങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്ന ശരാശരി ശമ്പളവും കേരളത്തിലെ ശമ്പളവും ഞാൻ അടുത്ത് പറയാനിരിക്കുകയാണ്. നിങ്ങൾ ആളുകളുടെ ദിവസവേതനത്തെ കുറിച്ച് പറഞ്ഞാൽ എന്റെ കയ്യിൽ സർക്കാരിന്റെ ഡേറ്റ വേറെ ഉണ്ട്. അതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേര് റീഫിൽ ചെയ്യുന്നുണ്ട്? എത്ര പേര് റീഫിൽ ചെയ്യുന്നുണ്ട്? രണ്ടാമത്തേത് കണക്കുണ്ടോ? ഇല്ല സാർ, പകുതിയോളം മനുഷ്യർക്ക് റീഫിൽ ചെയ്യാൻ പറ്റുന്നില്ല സാർ. മുഴുവൻ ജനങ്ങൾക്കും 120 കോടി ജനങ്ങൾക്കും എല്ലാ ദിവസവും എല്ലാ മാസവും സൗജന്യമായിട്ട് റീഫില്ല് ചെയ്തു കൊടുക്കാനൊന്നും ഒരു സർക്കാരിനും പറ്റില്ല സാർ. നിങ്ങൾ എന്താ സാർ പദ്ധതിയിൽ 311 രൂപയുണ്ട് സാർ. ഞാൻ പറയാ, അല്ല നിങ്ങൾ ഈ LPG സിലിണ്ടറിന്റെ വില എവിടെ വെച്ചിരിക്കുന്നു? അതുകൊണ്ടാണ് റീഫിൽ ചെയ്യാൻ പറ്റാത്തത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ ഇതിന്റെ വില കൂട്ടിയിരിക്കുന്നു, രണ്ടാമത് സാധാരണ മനുഷ്യരുടെ വാങ്ങൽ ശേഷി കുറയ്ക്കുകയാണ്. പിന്നെ മൻരേഗ പദ്ധതിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു, മൻരേഗ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരും ഈ സർക്കാരും അതിന് മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് വിഹിതം വെട്ടിക്കുറച്ച് എത്ര, ലാഗ് ചെയ്യുന്ന എത്ര, ഇതൊക്കെ പറയണം.
അല്ല ഞാൻ പറയട്ടെ സാർ, നമ്മൾ ഫാക്ടുകൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ജനങ്ങളെ മുഴുവൻ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിലക്കയറ്റം നിങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ പദ്ധതി വളരെ മോശമാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ ഈ രാജ്യത്തിലെ ഇപ്പം നോക്കൂ, വിശ്വകർമ്മ യോജന എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട അവാന്തര വിഭാഗത്തിൽപ്പെട്ട OBC വിഭാഗത്തിൽപ്പെട്ട 18 കമ്മ്യൂണിറ്റിക്കാണ് 2 ലക്ഷം രൂപ വരെ അവർക്ക് യാതൊരു ഈടുമില്ലാതെ സർക്കാർ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, അതിലെ പ്രഥമ മുൻഗണന സ്ത്രീകൾക്കാണ്. അതുപോലെ തന്നെ 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് എന്ന് പറയുന്ന വിപ്ലവം ഈ രാജ്യത്ത് സൃഷ്ടിച്ചതാരാ? നരേന്ദ്രമോദിയല്ലേ. നിങ്ങൾ നോക്കൂ, സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പെൺകുട്ടികളുടെ സുരക്ഷിതത്വം. ഒരു പെൺകുട്ടി ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ അടക്കം ആ പെൺകുട്ടിയെ നമുക്കറിയാലോ ജനിക്കുന്നതിന് മുമ്പ് കൊല്ലുന്ന ഒരു സാഹചര്യമുള്ള രാജ്യമായിട്ട് ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനങ്ങൾ. അവിടെ ഇന്ന് ആ പെൺകുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടി സുകന്യ സമൃദ്ധി യോജന പോലെയുള്ള പദ്ധതികൾ. ഇത് നോക്കൂ, ഇപ്പോൾ ദീപ്തി മേരി സർവീസിനൊക്കെ അറിയാലോ, മേഡത്തിനൊക്കെ അറിയാലോ, ഈ മൻമോഹൻ സിംഗിന്റെ സമയത്ത് ഈ പ്രസവാവധി എത്ര ദിവസമായിരുന്നു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക്? ഇന്ന് 26 ആഴ്ചയാണ് സാർ. എല്ലാ അർത്ഥത്തിലും സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകൾക്കും, ഇനി അതിനപ്പുറത്ത് മുത്തലാഖ് വിഷയം നമുക്കറിയാലോ, മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ മുത്തലാഖ് ഈ മുത്തലാഖ് വിഷയമായി മുസ്ലിം സ്ത്രീകളുടെ അവകാശ നിയമം കൊണ്ടുവന്നതാണ്. നിങ്ങൾ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം ഉപചോദ്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിത് കേരളത്തിലായതുകൊണ്ട് ഈ പറയുന്ന സംഗതിക്കകത്തെല്ലാം ഉപചോദ്യങ്ങളുണ്ട്. പക്ഷെ താങ്കൾ ഒരു പ്രകടന പത്രികാ രേഖ പോലെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ വായിച്ചു പോവാണ്. അതിനകത്തെല്ലാം ഉപചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ, നിങ്ങൾ ഈ പറയുന്ന വനിതാ സംവരണ ബില്ലിൽ ഉപചോദ്യമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഉജ്ജ്വൽ യോജനയിൽ ഉപചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടിനകത്ത് ഉപചോദ്യമുണ്ട്. മൻരേഗ പദ്ധതിയിൽ ഉപചോദ്യമുണ്ട്. ഇതൊക്കെ വെറുതെ പ്രസംഗിച്ചു പോവുകയല്ല വേണ്ടത്. ഇതിനകത്തെല്ലാം നിങ്ങൾ വിമർശിച്ചോളൂ സാർ, നരേന്ദ്രമോദി വിമർശിച്ചോളൂ, BJPയെ നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഇതിനകത്തുള്ള ഫാക്ടുകളെ കുറിച്ച് നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് പഠിക്കണം. വിമർശിച്ചോ, പദ്ധതികൾ വിമർശിച്ചോ, ഇതിനകത്ത് ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന വിപ്ലവകരമായ സ്ത്രീ സമൂഹത്തിനിടയിൽ നടക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റമുണ്ട് സാർ. ആ മാറ്റം തന്നെയാണ് ഇന്ന് 1.5 ലക്ഷത്തോളം ജനങ്ങൾ. നിങ്ങൾ ഈ പറഞ്ഞ പ്രോജക്റ്റുകളെ ഒരു വാദത്തിന് ഞാൻ അംഗീകരിച്ചു. രണ്ടാമത് ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇതാണ്. അതായത് നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ നിങ്ങൾ നാരി ശക്തി എന്ന് വലിയ വാചകം പറയുമ്പോൾ ഇന്ത്യയിലെ അഭിമാന താരങ്ങളായ രാഷ്ട്ര സമ്പത്ത് നമ്മൾ വിളിക്കുന്ന ഗുസ്തി താരങ്ങളായ സ്ത്രീകൾക്ക് വിലപിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ 3 വയസ്സുള്ള മകളെ തറയിലടിച്ച അക്രമികൾ കൊന്ന് അതിനുശേഷം മാരകമായി റേപ്പ് ചെയ്ത കേസിലെ പ്രതികൾക്ക് നേരത്തെ അവരെ ജയിലിൽ നിറക്കിവിട്ട് അവർക്ക് സ്വീകരണം നൽകിയ കാഴ്ച ഈ രാജ്യം കണ്ടതാണ്. മണിപ്പൂരിൽ ഡസൻ കണക്കിന് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നത് കണ്ടതാണ്. അതിന്മേൽ നിരുത്തരവാദ സമീപനം പ്രതികരണത്തിൽ കാണിച്ച രാഷ്ട്രനായകനെ കണ്ടതാണ്. ഇതെല്ലാം കൂടി എങ്ങനെ ചേർന്ന് പോകുമെന്നാണ് ദീപ്തി ചോദിക്കുന്നത്. സാർ, നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് എന്തിനാണ് പോകുന്നത്? ഈ വാളയാറിലെ പ്രതിയുടെ കുറ്റവിമുക്തനാക്കുന്ന കാഴ്ച നമ്മൾ കേരളത്തിൽ കണ്ടതല്ലേ? ഈ ഉത്തരേന്ത്യയിൽ ഈ ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പോളിസി വ്യക്തമാണ്. സർക്കാർ ഗുസ്തി ആളുകൾക്ക് കൂടെ തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഗുസ്തിക്കാരായിട്ടുള്ള ഈ രാജ്യത്തിന് മെഡൽ തന്നിട്ടുള്ള ആളുകളുടെ കൂടെ തന്നെയാണെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് എന്താ പ്രശ്നം? നിങ്ങൾ ആ കേസിലെ പ്രതിയാക്കപ്പെട്ട ഗുരുതരമായ ചാർജുകളാൽ FIR ഉള്ള ഈ ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷനുണ്ടല്ലോ ബ്രിജ്ഭൂഷൺ സിംഗ് സരൺ, അയാൾക്കെതിരെ എന്ത് നടപടിയെടുത്തു? ബ്രിജ്ഭൂഷൺ ആൾക്കെതിരെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ നിയമ സംഹിതത്തിലുള്ള അദ്ദേഹം ചെയ്ത കുറ്റിനുള്ള അദ്ദേഹം എത്രത്തോളം എന്ത് കുറ്റമാണ് ചെയ്തത് അതിനുള്ള അദ്ദേഹത്തിന് കിട്ടും, അതൊരു സംശയം വേണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആരാ BJPക്കാരാണ് അദ്ദേഹത്തിന് പൊന്തിച്ചു നടക്കുന്നത്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ 2 ഘടകങ്ങൾ നമ്മൾ കൂടി മനസ്സിലാക്കണം. തീർച്ചയായും സാർ, തീർച്ചയായും അയാൾ കുറ്റക്കാരനാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ തള്ളിപ്പറയണമല്ലോ. ഈ പറയുന്ന ഗുരുതരമായ കുറ്റം ആരോപിക്കപ്പെടുന്ന രാഷ്ട്രത്തിന്റെ അഭിമാന താരങ്ങളെ പീഡിപ്പിച്ചു എന്ന പരാതിയുള്ള മനുഷ്യൻ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് പറയാൻ ആരാ ഉള്ളേ? നരേന്ദ്രമോദി ഈ ഗുസ്തി താരങ്ങളെ കാണാൻ പോലും സമ്മതിച്ചില്ല. പത്മശ്രീ തിരിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്നത് ആരാ നിൽക്കുന്നത്? ഏത് BJPക്കാരനാണ്? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആ കേസിന് അദ്ദേഹം ആരാ തള്ളി പറയാത്തത്?
ആരാ തള്ളി പറയാത്തത്? നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല. അമിത്ഷാ തള്ളി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി തള്ളി പറഞ്ഞിട്ടില്ല. അമിത്ഷാ തള്ളി പറഞ്ഞിട്ടില്ല. രാജ്നാഥ് സിംഗ് തള്ളി പറഞ്ഞിട്ടില്ല. മോഹൻ ഭഗവത് തള്ളി പറഞ്ഞിട്ടില്ല. അവർക്കെല്ലാം തള്ളി പറയേണ്ടത്. കാര്യങ്ങൾക്ക് 120 കോടി ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയും നരേന്ദ്രമോദി തള്ളി പറയണെന്ന് പറഞ്ഞ ഔചിത്യം എന്താണ് സാർ? പിന്നെ നരേന്ദ്രമോദിയോട് അവരുടെ പ്രയർ നരേന്ദ്രമോദിയോട് അവർ രാഷ്ട്രനായകനോട് ചോദിച്ചുകൊണ്ടാണ് സമരം ചെയ്യുന്നേ. അവർക്ക് മെഡൽ കിട്ടിയപ്പോൾ എല്ലാവരെയും വിളിച്ച് അടുത്ത് നിർത്തി മോദി പടമെടുത്തല്ലോ. അവർക്ക് മെഡൽ കിട്ടിയപ്പോൾ എല്ലാവരെയും അടുത്ത് നിർത്തി മോദി പടമെടുത്ത് അഭിമാനം എന്ന് പറഞ്ഞല്ലോ. അതേ മോദിയോട് ചോദിക്കണം. അവർ പരിഹരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഒരു പാർലമെന്റ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് സാർ. നമ്മളെ പി ടി ഉഷ അടക്കമുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ അംഗമാണ്. അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാമല്ലോ. അവരുടെ കൈ കിട്ടിയ ദ്രോണാചാര്യയും അവരുടെ പത്മശ്രീയും സകല തിരിച്ചു കൊടുക്കാൻ ബോധ്യമില്ലാത്ത ഈ ഗുസ്തി വിഷയത്തിൽ ഗുസ്തിക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടേതായ എല്ലാ ബോധ്യങ്ങളെയും കൃത്യമായി തീർത്തു കൊടുക്കാനൊന്നും ഒരു സർക്കാർ സംവിധാനത്തിൽ സാധിക്കില്ല സാർ. അവർ ഉന്നയിക്കുന്ന അടിസ്ഥാനമുള്ള ഏത് വിഷയമാണ് ആ വിഷയത്തിനുള്ള നടപടികൾ സർക്കാരിന്റെ ഇവർക്കെതിരെ ഗുരുതര സ്വഭാവമുള്ള എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. ഈ മാന്യനെതിരെ 10ഓ 15ഓ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ബലം പ്രയോഗിച്ചു, അവരുടെ ശരീരത്തിൽ സ്പർശിച്ചു. ഇതൊക്കെ എഫ്ഐആറിലുണ്ട്. എന്നിട്ട് അസാധാരണ നീക്കം. അറസ്റ്റ് ഉണ്ടാവണം. അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇയാളെ മര്യാദയ്ക്ക് ചോദ്യം ചെയ്തിട്ടില്ല. ഇയാൾക്ക് മേൽ നടപടിയില്ല. രാഷ്ട്രീയമായി ഇയാളെ തള്ളിപ്പറയുന്നില്ല. ഇയാൾ MP പദവി ഒഴിയണമെന്ന് പറയുന്നില്ല. ഇയാൾ ഞങ്ങളിൽ പെട്ടവനല്ല എന്ന വാദം പോലും പറയുന്നില്ല ഒരാൾ. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും പ്രസ്താവന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോരെ, മിണ്ടാതിരുന്നാ പോരെ. മൗന പിന്തുണ. ഇവർക്ക് വേണ്ടി ഒരു പാർലമെന്റിൽ പ്രത്യേക കമ്മിറ്റി ഗുസ്തിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. PT ഉഷ അടക്കമുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ അംഗമാണ്. അവരുടെ ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന സാഹചര്യമല്ല ഈ രാജ്യത്തുള്ളത്. പിന്നെ നിരന്തരമായിട്ട് ചില കോൺഗ്രസിന്റെ ആയുധങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന സാഹചര്യം അല്ല ഈ രാജ്യത്തുള്ളത്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെയും നരേന്ദ്രമോദി സർക്കാരിനെതിരെയും ആസൂത്രിതമായി ചില ഗുസ്തിക്കാരെ തെരുവിലിറക്കുന്ന ഗോദ, ആ ഗോദ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യം രാഷ്ട്രീയപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും. ഈ കോച്ച് തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം എന്താണ് ആ തെറ്റുകാരൻ. കർഷക സമരം നടക്കുമ്പോഴും ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ ഫൈനലി നിങ്ങൾക്ക് തോറ്റ് തൊപ്പിടേണ്ടി വന്നു. നിങ്ങൾ സമസ്താപരാധം പറഞ്ഞ് 3 ബില്ലും പിൻവലിക്കേണ്ടി വന്നു. ഇതൊക്കെ പറയാം. അതായത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ പൊള്ളയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വർഗീയ വിഷത്തെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും വോട്ട് കൂടുന്ന തൃശ്ശൂർ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മുടെ ജനങ്ങൾ സകലത്തിനെയും ഓരോന്നിനെയും ഇഴകീറി പരിശോധിച്ച് മൂല്യബോധം വന്നതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് കാണാം. നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന വലതുവൽക്കരണത്തിൻ്റെ ഒരു തോത് കാണുന്നുണ്ടല്ലോ. സുരേഷ് ഗോപി പോകുമ്പോൾ അദ്ദേഹത്തിന് കൈയടിക്കാൻ രൂപപ്പെട്ടു വരുന്ന ആൾക്കൂട്ടങ്ങളെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു എന്നല്ല, പക്ഷെ സുരേഷ് ഗോപി ആളുകൾക്കിടയിൽ ഇറങ്ങി നിൽക്കുകയും ജനക്കൂട്ടം തനിക്കൊപ്പം ഉണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാനും ശ്രമിക്കുകയും അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനെയൊക്കെ എല്ലായ്പ്പോഴത്തെയും പോലെ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ മതേതര കേരളം തള്ളിക്കളയുമെന്ന ക്ലീശ വാചകം കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. നോക്കൂ, ഇവിടെ നമ്മൾ ഇതിനകത്ത് ശരിയായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് നേടുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും വർഗീയതയും അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന നടനെ ചൂണ്ടിക്കാണിച്ച് നടനാണ് എന്നുള്ള നിലയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി അങ്ങനെ ഒരു പ്രസക്തി നേടി വോട്ട് നേടാൻ ഉള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിലെ അനുഭവം നമുക്കറിയാമല്ലോ. കേരളത്തിനകത്ത് കൃത്യമായും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായും ജനാധിപത്യ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ബോധത്തോടു കൂടിയുള്ള നല്ലൊരു ജനവിഭാഗം വസിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ കേരളം അങ്ങനെ വിഡ്ഢിത്തപരമായ തീരുമാനമെടുക്കുന്ന ഒരു ജനസമൂഹമല്ല. കൃത്യമായും അത്തരം കാര്യങ്ങളെ പരിശോധിക്കാനും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ ആദ്യം ഇവിടെ പറഞ്ഞത്. സ്ത്രീകളെ ഒരു ഭാഗത്ത് ആക്രമിക്കപ്പെടുകയും എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഇന്ന് സ്ത്രീകളെ വിളിച്ചു ചേർത്ത് ഇപ്പൊ പറഞ്ഞ ഒരു കുടുംബശ്രീക്കാരല്ല, തൊഴിലുറപ്പുകാരല്ല, പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷയോട് വന്ന സ്ത്രീകളാണ് അതിനകത്ത് കൂടുതലും ഉള്ളതെന്ന് ഞാൻ കരുതുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് BJPയോടുള്ള ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി വന്നവരാകണമെന്നില്ല. ഇതിനകത്ത് കൃത്യമായും അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചു കൊണ്ടുവന്നതാണ്. പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരെ കേരളത്തിലാകമാനമുള്ള സ്ത്രീകളെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അല്ലാതെ ഏതെങ്കിലും തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മാത്രമായി കൊണ്ടുവന്ന ആളുകളൊന്നുമല്ല. ഇത് പൂർണ്ണമായി കേരളത്തിന്റെ ഇവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കൊണ്ടുവന്ന സ്ത്രീകളെയാണ് അവിടെ അണിനിരത്തിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഒട്ടനവധി കേസുകൾ ഇന്ന് തന്നെ BJPയുടെ MLAമാരുടെയും MP മാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ പാർലമെന്റിനകത്ത് തന്നെ 306 സിറ്റിംഗ് MP മാർക്കെതിരെയും അതിൽ 139 MP മാർക്കെതിരെയും ഒട്ടനവധി കേസുകൾ ഇപ്പോഴും ചാർട്ട് ചെയ്തിട്ടുള്ളതാണ്.
അതുപോലെ തന്നെ നമുക്കറിയാം 2017 നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു പോയതാണ് ഉന്നോവ ബലാത്സംഗ കേസ് 17 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി എന്ന് പറയുന്നത് BJPയുടെ MLA ആണ്, കുൽദീപ് സെൻഗാറാണ്. അതുപോലെ തന്നെ 2018 ഒരു മൃഗീയമായ ഒരു കേസ് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സ് തന്നെ, ജനങ്ങളുടെ മനസ്സ് തന്നെ വേദനിക്കുന്ന നിലയിലേക്ക് ജമ്മു കാശ്മീരിൽ കത്തുവയിൽ നടന്നിട്ടുള്ള ആസിഫ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുണ്ടായി. ഒരു അമ്പലത്തിനകത്ത് വെച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. ആ കൊലപ്പെടുത്തിയ കൊലപാതകങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് നിലപാട് സ്വീകരിച്ച് അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത് BJPയുടെ 2 MPമാരാണ്. അപ്പൊ ഇതെല്ലാം നേതൃത്വം കൊടുക്കുകയും ഒരിടത്ത് കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ നേതൃത്വമായി BJPയുടെ MP മാറിയില്ലേ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ബിൽക്കിസ് ബാനുവിന്റെ കേസ്, എത്ര ദയനീയമായ രംഗങ്ങളാണ് അത് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എത്ര ദയനീയമായ രംഗമാണ്. 3 വയസ്സുള്ള കുട്ടിയെ അവരുടെ കൈകളിൽ നിന്നും പിടിച്ചെടുത്ത് കരിങ്കല്ലിലിട്ട് തലക്കടിച്ച് കൊല്ലപ്പെടുത്തുകയാണ്. എന്നിട്ട് അവരെ കൂട്ട ബലാത്സംഗം ചെയ്യാണ്. 8 മാസം ഗർഭിണിയായിട്ടുള്ള അവരെ കൂട്ട ബലാത്സംഗം ചെയ്യുകയാണ്. അപ്പൊ അത്രത്തോളം ദയനീയമായ രംഗങ്ങൾ ഈ രാജ്യത്തിനകത്ത് അരങ്ങേറിയിട്ടുണ്ട്. അത് BJP അല്ലേ, അതിന്റെ BJP നേതൃത്വം കൊടുത്ത സംസ്ഥാനങ്ങളിലാണ്. ഒരുപക്ഷെ RSSകാരാണ്, ഹിന്ദു വർഗീയവാദികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കേസുകൾ നിലനിൽക്കുകയും അതുപോലെ തന്നെ മണിപ്പൂരിൽ ഏറ്റവും കൂടുതൽ നാം കണ്ടതാണല്ലോ 2 സ്ത്രീകളെ നഗ്നരാക്കിക്കൊണ്ട് കൂട്ട ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ജവാനായിട്ടുള്ള ഒരു ജവാന്റെ ഭാര്യ ഉൾപ്പെടെ അപ്പൊ ഇത്തരത്തിലൊക്കെ ഉണ്ട് ലിജു. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ശരിയായിരിക്കും തന്നെ അതിനെയൊക്കെ കവറപ്പ് ചെയ്യാൻ ശേഷിയുള്ള കൗണ്ടർ മെക്കാനിസം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ക്യാമ്പയിൻ മെക്കാനിസവും അതിനുള്ള സ്വാധീനവും ശേഷിയും പണവും അധികാരവും ഒക്കെ കയ്യിലുള്ള സംഘമാണ് BJP എന്നത് കൂടി നിങ്ങൾ ഓർക്കണം. ഇതൊക്കെ പറയുമ്പോഴും BJP രാജ്യത്തെ വിശ്വഗുരുവാക്കുകയാണ്, മോദി സർവ്വസമ്മതനായ നേതാവാണെന്നൊക്കെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേറെ പണി അപ്പുറത്ത് നടക്കുന്നുണ്ട്. സോ നിങ്ങളെ നോക്കൂ, തൃശ്ശൂരിൻ്റെ കാര്യം നോക്കൂ. തൃശ്ശൂരിൽ എത്ര നാൾ മുമ്പ് തന്നെ തൃശ്ശൂരിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നു, അതിനെന്തെല്ലാമോ ചെയ്യുന്നു. അവിടെ എന്ത് കൗണ്ടർ ആക്ഷൻ വേണമെന്ന കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ഇപ്പോഴും ഒരു തീരുമാനമില്ലല്ലോ. അല്ല അതിനകത്ത് നമ്മൾ കാണേണ്ടത്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കുറച്ച് ആളുകൾ വന്നു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാകമാനം ഈ കേരളത്തിലെ സ്ത്രീ സമൂഹവും മുഴുവനും ഈ പറയുന്നത് പോലെ BJPയോടൊപ്പമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഈ രാജ്യത്തിനകത്ത് നരേന്ദ്രമോദി പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തെ 120 കോടി ജനങ്ങളും ഞങ്ങളോടൊപ്പമാണ് എന്നുള്ളതാണ്. ഇവിടെ വോട്ട് ശതമാനം എത്രയായിരുന്നു? 36%. 90 കോടി ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അതിൽ 25 കോടി ജനങ്ങളാണ് ഈ പറഞ്ഞതുപോലെ BJPക്ക് വോട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഈ പറഞ്ഞതുപോലെ BJPക്കെതിരായി വോട്ട് ചെയ്തവരാണ്. അതുകൊണ്ട് ഈ രാജ്യത്താകമാനമുള്ളവർ പിന്നെ നരേന്ദ്രമോദിക്കൊപ്പമാണ് എന്ന് ഇവർ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളത് അത് മതി, നിങ്ങൾക്കത് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരിക്കാം, അതൊക്കെ ശരിയാണ്. തൃശ്ശൂരിലെ കാര്യം നോക്കൂ, തൃശ്ശൂരിൽ എത്ര 1,10,000 അവർ വർദ്ധിപ്പിച്ചു. ഈ വന്നിട്ടുള്ള വനിതകൾ മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യാനുള്ളവരല്ല, കാരണം എല്ലാവരും തൃശ്ശൂരിൽ നിന്നുള്ളവർ തന്നെയാണോ അറിയില്ല. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് ടൈം നമ്മൾ നോക്കുമ്പോൾ BJP വോട്ട് നടത്തിയത് നമ്മൾ നിങ്ങൾ കാണണ്ടേ? അല്ല, ഈ രാജ്യത്തിനകത്ത് ഈ കാലയളവ് വരെ ഇവർ നടത്തിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഗുണപ്രദമായിട്ടുള്ള എന്ത് കാര്യമാണുള്ളത്? നമുക്കറിയാലോ, എല്ലാ ഘട്ടത്തിലും ഇപ്പോ തന്നെ സെൽഫി പോയിന്റ് പിന്നെ കൊണ്ടുവരികയാണ്. നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ്. ആ സെൽഫി പോയിന്റ് പിന്നെ അടുത്തു വന്നിരുന്നാൽ ജനങ്ങളുടെ വിശപ്പ് മാറും, അല്ലെങ്കിൽ അവർക്ക് വീടൊരുങ്ങും. നമുക്കറിയാമല്ലോ, ഈ രാജ്യത്തിനകത്ത് ഇപ്പോഴും നമ്മുടെ പല സംസ്ഥാനങ്ങൾക്കകത്തും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കുടില് കെട്ടിക്കിടക്കുന്ന, ടാർപ്പ് കെട്ടിക്കിടക്കുന്ന, ദാരിദ്ര്യം മൂലം മരണപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോഴുമുണ്ട്. ആ നിലനിൽക്കുമ്പോഴാണ് ഈ രാജ്യത്തെ വലിയ മാറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, പിന്നെ 3000 കോടി ചെലവാക്കി പ്രതിമ ഉൾപ്പെടെ ഇവിടെ 4 കോടി വീടാണ് സാർ. 4 കോടി വീട് എന്ന് പറയുമ്പോ നമുക്കറിയാം കേരളത്തിനകത്ത് ഇവർ നൽകിയ വീടിന് എത്ര രൂപയാണ്? 75,000 രൂപയാണ്. ഇന്നിപ്പോ നരേന്ദ്രമോദി ഒരു വീടിന് 75,000 രൂപ നൽകുക, അതുപോലും കുടിശ്ശികയാണ്. ഒരു വീടിന് അനുവദിച്ചിട്ടുള്ള തുകയുടെ 3 പൈസ നരേന്ദ്രമോദി അത് കേന്ദ്ര ഗവൺമെന്റ് മാത്രമായിട്ടല്ല കൊടുത്തത് കേട്ടോ. ഈ രാജ്യത്തിലെ 15% ആളുകൾക്ക് വീട് കിട്ടിയത് നരേന്ദ്രമോദി. അല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 75,000 കൊടുക്കുമ്പോൾ ബാക്കി തുക കൊടുക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റാണ്. കേരളത്തിലെ ഗവൺമെന്റാണ്. 75,000 വെച്ചൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല. 75,000 രൂപ കേന്ദ്രം കൊടുത്തോ? 75,000 രൂപ കേന്ദ്രം കൊടുത്തോ? സംസ്ഥാനം കൊടുക്കുന്നേ.
സംസ്ഥാനം എത്രയാ കൊടുക്കുന്നത്? സംസ്ഥാനം എത്രയാ കൊടുക്കുന്നേ? 4 കോടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു. ഒറ്റ വാക്ക് പറഞ്ഞു പോലെ നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ 5 ഇരട്ടി. നിങ്ങൾ ഒരു വീടിന് കൊടുക്കുന്ന പൈസ ഇവിടെ 5 ഇരട്ടി. നിങ്ങളൊരു വീടിന് കൊടുക്കുന്ന പൈസയുടെ 5 ഇരട്ടി. റെയിൽവേ സ്റ്റേഷനിൽ നരേന്ദ്രമോദിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പോയിന്റ് ഉണ്ടാക്കാൻ ചെലവാക്കുന്നു. നിങ്ങൾ എത്രയാ പ്രധാനമന്ത്രി ഈ ആവാസ് യോജനയ്ക്ക് കൊടുക്കുന്നത്? അതിന്റെ 5 ഇരട്ടി. അതിന്റെ എത്ര ഇരട്ടിയാ പ്രധാനമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി പോയിന്റിന് അലോക്കേറ്റ് പണം? അറിയാമോ? പ്രിന്റിന് അറിയാമോ? എത്ര രൂപയാണ് ചെലവാക്കുന്നത്? ഒരു സെൽഫി പോയിന്റിന് താൽക്കാലിക സെൽഫി പോയിന്റിന് 1.5 ലക്ഷം. താൽക്കാലിക സെൽഫി പോയിന്റിന് 1.5 ലക്ഷം. താൽക്കാലിക സെൽഫി പോയിന്റിന് 1.5 ലക്ഷം. സ്ഥിരം സെൽഫി പോയിന്റിന് 5 ലക്ഷം. നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചൊരു സെൽഫി പോയിന്റ് ഉണ്ടാക്കി താൽക്കാലിക സെൽഫി പോയിന്റിന് 1.5 ലക്ഷം. 1.5 ലക്ഷം. ജനങ്ങൾക്ക് വീട് കൊടുത്തതാണോ സെൽഫി പോയിന്റാണോ ഈ രാജ്യത്തിന്റെ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോലും നിങ്ങൾ 2.5 മാസം കുടിശ്ശിക കിട്ടുകയാണ്. 12 കോടിയോളം തുക നിങ്ങൾ നൽകാനുണ്ടല്ലോ. കണക്ക് കൊടുക്കണം സാർ, കണക്ക് കൊടുക്കണം. നിങ്ങൾ നോക്കൂ, ഉച്ചക്കഞ്ഞി വിതരണം ഇവിടെ മുടങ്ങിക്കിടക്കാണ്. ഉച്ചക്കഞ്ഞി വനിതാ സംവരണ ബില്ല് പറഞ്ഞു. വനിതാ സംവരണ ബില്ല് 2014 നിങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ചതാണ്. ഞങ്ങൾ വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കുമെന്ന് നടപ്പിലായിട്ടില്ല. മാറ്റി നിങ്ങളുടെ പണം ചെലവഴിക്കാൻ കേന്ദ്രം പണം തരില്ല. തൃശ്ശൂരിൽ പ്രതാപൻ എന്താണ് ഇനിയും ഫുൾ ഫ്ലഡ്ജിൽ ഇറങ്ങാത്തത്? ആർക്കാണ് സാർ ഇടതുപക്ഷത്ത് ഭയം? എന്തിനാണ് ഞങ്ങൾ നിങ്ങളെ ഭയക്കുന്നത്? ഞാനേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പിന്റുവിനോട് 1-2 മറുപടി പറയാനുണ്ട്. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത കാര്യമായിരിക്കും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇപ്പോൾ 2021 4,05,861 കേസസ് ആണ് സ്ത്രീകൾക്കെതിരായി ഉള്ളത്. അതിൽ തന്നെ 32,000 ചില്ലുവാനും കേസസ് റേപ്പ്. അതായത് മണിപ്പൂരിലെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തി അവിടെ കൂട്ടബലാത്സംഗം ചെയ്തിട്ട് 78 ദിവസം കഴിഞ്ഞിട്ട് അതിനോട് പ്രതികരിക്കാതെ വലിയ സമ്മർദ്ദം വന്നപ്പോൾ 32 സെക്കൻഡ് സംസാരിച്ച നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നാട്ടിലിരുന്നാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹമാണ് നാരി ശക്തിക്ക് വേണ്ടി പറയുന്നത്. ഇവിടെ ഇപ്പോ CPMന്റെ പ്രതിനിധി മറ്റ് ചില കേസുകൾ ഉന്നാവോയിലും കത്തുവയിലും നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഹത്രാസ് ഉൾപ്പെടെ. അപ്പോ ഇതെല്ലാം ഈ രാജ്യത്ത് നടക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് പട്ടികയിൽ വരുന്നത് മുഴുവൻ BJPയുടെ നേതാക്കന്മാരാണ്. പ്രതിപട്ടികയിൽ വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി ബ്രിജ്ഭൂഷൺ ശരണിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ബ്രിജ്ഭൂഷൺ ശരണിനെതിരെ ഇതുവരെ ഒരു നടപടിയെടുക്കുവാൻ നരേന്ദ്രമോദിയോ നിങ്ങളുടെ വനിതാ നേതാക്കന്മാരോ എന്തുകൊണ്ടാണ് ഒന്ന് പറയാത്തത്? കഴിഞ്ഞ ദിവസം ഗുസ്തി താരങ്ങൾക്ക് കിട്ടിയ മുഴുവൻ അവാർഡുകളും കൊണ്ട് പ്രധാനമന്ത്രിക്ക് തിരിച്ചു കൊടുത്തു. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അപ്പോ അതുപോലെ തന്നെ ഹരിയാനയിൽ നടന്ന കേസുണ്ട്. സന്ദീപ് സിംഗ് എന്ന് പറയുന്ന BJPയുടെ മന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ 15 തവണയാണ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. 15 തവണ ഒരു അത്ലറ്റിക് മന്ത്രിസഭ മുഴുവൻ 15 തവണ ഈ മന്ത്രിമാർ മുഴുവൻ അതുപോലെ തന്നെ നിങ്ങളുടെ MLA-മാർ പ്രതിപട്ടികയിൽ വരുമ്പോൾ അവരെ BJPയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ഞങ്ങൾ തയ്യാറായിട്ടു. ഒരു മിനിറ്റ് സംസാരിക്കല്ലേ? ഞാൻ പറയട്ടെ, താങ്കൾ കുറെ നേരം സംസാരിച്ചല്ലോ, അതിനുള്ള മറുപടി പറയണം. നിഷാദെ, ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കണം. അതായത് ഈ രാജ്യത്ത് ഇത്രയധികം ഇപ്പൊ ഈ ഹരിയാനയിലെ മന്ത്രി സന്ദീപ് സിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു, മിനിസ്റ്ററുടെ കാര്യം. അപ്പൊ ഇവരൊക്കെ പ്രതിപട്ടികയിൽ വരുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്താണ് ഈ പറയുന്ന പിന്നെ വനിതാ നേതാക്കന്മാർ അതിന്റെ അകത്തൊരു അക്ഷരം പറയാത്ത? സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ വന്നിട്ട് ചില വീടുകൾ സന്ദർശിച്ചല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ മൂക്കിന് തൊട്ട് താഴെ നടക്കുന്ന UP-യിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പരാമർശിക്കുവാൻ, അഡ്രസ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് സ്മൃതി ഇറാനി തയ്യാറാകാത്തത്? അവർ പൊള്ളത്തരമല്ലേ ഈ നാട്ടിൽ? കണക്കുകൾ, അതായത്
ഓരോ താങ്കൾ പറഞ്ഞല്ലോ നിയമസഭയിലും നരേന്ദ്രമോദി ലോക്സഭയിലും ഓരോ ക്ലാസിക് നേതാക്കൾ പ്രസംഗം നൽകിയിട്ടുള്ള നടത്തിയെന്ന്. അദ്ദേഹം നിയമസഭയിലും തൃശ്ശൂരിൽ ലോക്സഭയിലും നടത്തിയത് ഓരോ ക്ലാസിക് നേതാക്കൾ പ്രസംഗമല്ല, നൽകിയിട്ടുള്ള വെറും folk തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് സത്യവാങ്മൂലം നടത്തിയത്. പരിശോധിച്ച് folk പ്രസംഗം അസോച്ചം എന്നാണ് പുറത്തുവിട്ട പറയുന്നത്. കണക്ക് പ്രകാരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് ടിക്കറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ പാർട്ടി BJP ആണ്. കണക്ക് കാണാം, ഡേറ്റ കാണാം, ഞാൻ വെറുതെ പറയല്ല. ശരി, തുടരൂ ശ്രീമതി ദീപ്തി, വേഗം പൂർത്തിയാക്കൂ. ഓക്കെ സാർ, ഓക്കെ, നമുക്ക് ആ ഡേറ്റ ഒന്ന് പരിശോധിക്കാം. ഓ അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഇരുന്ന് BJPയുടെ പ്രതിനിധി പറഞ്ഞു നരേന്ദ്രമോദി ഇന്ന് ക്ലാസിക് പ്രസംഗമാണ് നടത്തിയത്. അദ്ദേഹം നടത്തിയ ഫോക്ക് പ്രസംഗമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും കാലം BJPയുടെ തൃശ്ശൂരുള്ള നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള മരങ്ങൾ എന്ന് പറയുന്നത് ശിവന്റെ ജടയാണ്, അതുകൊണ്ട് അത് മുറിക്കാൻ പാടില്ല. മറ്റു ചില പരിപാടികളൊക്കെ ഇതേപോലൊക്കെ വന്നപ്പോൾ തന്നെ അത് മുറിക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇന്നിപ്പോ മുഴുവൻ മരങ്ങളും വെട്ടിമാറ്റി. ഇന്നിപ്പോ നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ഇതാണ് ഇവരുടെ നയം എന്ന് പറയുന്നത്. കാര്യങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ജാതീയമായി BJP-കാരാണോ? എന്താ നിങ്ങൾ ക്രമസമാധാനം നോക്കുന്ന, പ്രോട്ടോകോൾ നോക്കുന്ന പിണറായി വിജയന്റെ പോലീസ് അല്ലെന്നേ നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടിയാണ് മുറിച്ചത്. BJP-കാരനെയും ഇന്നലെ കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇന്നലെ അതിനെ എതിർക്കാതിരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇന്നലെ എതിർത്തിട്ടില്ല. പിന്നെ ഞാനൊരു സുരക്ഷാ സംവിധാനം, പഴുതടച്ച സുരക്ഷാ സംവിധാനം ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമ്പോ BJP-യുടെ നേതാക്കന്മാരാണ് ഈ കാലഘട്ടം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ നരേന്ദ്രമോദിക്ക് വേണ്ടി വന്നപ്പോൾ ആരും മിണ്ടുന്നില്ല. ഒരു BJP നേതാവ് ഇതിന്റെ വിഷയമൊന്നും പ്രസംഗത്തെ പറ്റി പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. താങ്കൾ പിന്നെ എന്നെ വ്യക്തിപരമായി താങ്കൾക്ക് അതിന്റെ അർത്ഥം അറിയോ എന്താണെന്ന്? താങ്കൾ എന്തർത്ഥത്തിലാണ് എന്നെ വ്യക്തിപരമായിട്ട് അത് വിളിച്ചത്? പിന്നെ എനിക്കതിനെ വളരെ പുച്ഛത്തോടെ ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത 146 MP-മാരെ പുറത്തു നിർത്തിക്കൊണ്ട് ക്രിമിനൽ നിയമങ്ങൾ പാസാക്കി ഏറ്റവും സുപ്രധാനമായ ബില്ല് പാസാക്കിയ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ജനാധിപത്യ വിരുദ്ധ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചർച്ചയിലിരുന്ന ഒരു സ്ത്രീയോട് ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ വിളിക്കുമെന്നുള്ളതിന് അത് വലിയ അത്ഭുതമൊന്നുമില്ല. താങ്കൾക്ക് വേണമെങ്കിൽ പരാമർശം പിൻവലിച്ചാൽ എനിക്ക് ഒരു നിർബന്ധമില്ല. സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് 11 കോടി അമ്മമാരെ നിങ്ങൾ വളരെ പുച്ഛത്തോടുകൂടി പറഞ്ഞപ്പോഴാണ് ആ അമ്മമാരുടെ ഒരു ഫ്യൂഡൽ മാടമ്പി സ്വഭാവത്തോടുകൂടി സംസാരിക്കില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ ഫ്യൂഡൽ മാടമ്പിയായിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് അല്ല ഇപ്പോൾ സിലിണ്ടറിനുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പോയിട്ട് ഈ അയോധ്യയിൽ പോയതിനു ശേഷം അദ്ദേഹം ചായ കുടിച്ചത് ഇതാണ്. നിങ്ങൾക്ക് സത്യത്തില് ഞങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. പാചകവാതക ഗ്യാസിന്റെ വിലയെക്കുറിച്ചാണ് എത്രയോ ആളുകൾ, എത്രയോ സ്ത്രീകൾ കർണാടക തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിനെതിരായി സംസാരിച്ചു. ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള ആവർത്തിക്കുകയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ്. അല്ല പ്രിന്റു, നിങ്ങൾ കേരളത്തിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇപ്പൊ ജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്? സാർ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 20 സ്ഥലങ്ങളിൽ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് വടക്കുന്നാഥൻ്റെ മണ്ണിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് നൽകുന്ന ഒരു ക്ലാപ്പ് എന്ന രീതിയിലാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് നിങ്ങൾ അതിനെ കാണണ്ട. 6 മാസങ്ങൾക്ക് മുമ്പ് യുവാക്കളുടെ പരിപാടി കൊച്ചിയിൽ നടത്തിയിരുന്നു. 1 ലക്ഷത്തോളം യുവാക്കളെ ഞങ്ങൾ സംഘടിപ്പിച്ചു. ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 4 തരത്തിലുള്ള ജാതിയായിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ജനവിഭാഗത്തെ കാണുന്നത്. അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട 4 വിഭാഗങ്ങൾ, 4 ജാതികൾ. അതിൽ 1ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ദരിദ്രർ, 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്ത്രീകൾ, 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യുവാക്കൾ, 4ാമത്തെ വിഭാഗം എന്നത് കർഷകർ. ഈ 4 പേരുടെയും വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി 9 വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. അതിൽ നിങ്ങൾ പ്രകോപിതരാവുന്നത് എന്തിനാ? കാര്യമാണോ? സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തിൽ, അതായത് കഴിഞ്ഞ തവണ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നവരാണ്. എന്നിട്ട് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് അമൃത് മഹോത്സവത്തിന്റെ സമയത്ത് ആക്കുമെന്നായിരുന്നു പ്രതിജ്ഞ. നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കുന്നത് വരുമാനം ഇരട്ടിയായി, രാജ്യത്തിന്റെ വരുമാനം ഇരട്ടിയായി. സർക്കാരിന്റെ കണക്ക് പറയുന്നത് നോർമൽ ഗ്രോത്ത് ആയിട്ടുള്ള 20% ഗ്രോത്ത് വളർച്ച നിങ്ങളൊന്ന് പരിശോധിക്കണം സാർ. ഇന്ന് ഇന്ത്യ 26 രാജ്യങ്ങളിലേക്കാണ് സാർ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. വർഷത്തിന്റെ വരുമാനം ഇരട്ടിയായി. നോക്കൂ സാർ, ഇവിടെ മോഡിയുടെ പണം എന്ന പേരിൽ 3 സെന്റ് ഉള്ള കർഷകർക്ക് 2000 രൂപ കിട്ടുന്നുണ്ട് സാർ. ഇത് വർഷത്തിൽ 3 തവണ കിട്ടും.
ഇതെന്താ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? ഫസൽ ബീമാ യോജന, സർ, ഫസൽ ബീമാ യോജന എന്നുണ്ട്. പണ്ട് കർഷകന്റെ വിള നശിച്ചു കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണ്. ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഇല്ലാത്തതിന് കാരണം ഫസൽ ബീമാ യോജനയുണ്ട് സാർ. നിങ്ങൾക്ക് എത്രയാണോ വിള ഇന്ന് നരേന്ദ്രമോദി നമ്മൾ ഈ കണക്ക് വെച്ച് സംസാരിക്കാൻ പ്രിന്റു ഒരു പ്രസംഗമായ നമുക്ക് പലതും പറയാം. പ്രിന്റു ഫാക്ട് വെച്ച് സംസാരിച്ചാൽ ഈ സർക്കാരിന്റെ കാലത്ത്, ഈ സർക്കാർ 2 തവണയുള്ള മോദി സർക്കാരിന്റെ കാലത്ത് കർഷക ആത്മഹത്യയില്ലേ, കർഷക ആത്മഹത്യയിലെ ഏറ്റവും വലിയ കർഷക സമരങ്ങൾ കണ്ട കാലമാണ് ഈ കഴിഞ്ഞു പോയത്. ഏറ്റവും വലിയ കർഷക സമരങ്ങൾ കണ്ട കാലം നിങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ. ആത്മഹത്യയുടെ കണക്ക് വേറെ, ക്രൈം റെക്കോർഡ് ആത്മഹത്യയുടെ കണക്ക് വേറെ. കാർഷിക ബില്ല് ഞാൻ പറട്ടെ നരേന്ദ്രമോദിക്ക് കണ്ണീരോട് കൂടിയിട്ടാണ് ബില്ല് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ പറയണം. സത്യത്തിൽ ഇന്ത്യയിലെ കർഷകരെ രക്ഷിക്കാനുള്ളതായിരുന്നില്ല കാർഷിക ബില്ല്. അത് കർഷകർക്കല്ലേ ആദ്യം മനസ്സിലാവേണ്ടത്. അല്ലേ സാർ? മധ്യവർത്തികളിൽ നിന്ന് ഇന്ത്യൻ കർഷകരെ മോചിപ്പിക്കാനുള്ള വിപ്ലവകരമായ അത് കർഷകർ, അത് ആർക്കാണ് സാർ? ഇടത്തരക്കാർ. ഈ രാജ്യത്തിൽ ഇടത്തരക്കാരായിട്ടുള്ള കർഷക ഭൂപ്രഭുക്കന്മാരുണ്ട്. ആ ഭൂപ്രഭുക്കന്മാർ അവർ നടത്തിയ സമരം, ആ സമരത്തെ നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ സമരത്തെ നിങ്ങൾ പ്രകീർത്തിക്കരുത് സാർ. കർഷക ബില്ലിലൂടെ അടിസ്ഥാന വർഗ്ഗക്കാരായ കർഷകരെയാണ് നിർത്തി ഈ സമരത്തെ ഞാൻ ചോദിക്കട്ടെ, നാളുകളിൽ ഞാനൊരു കാര്യം പറയട്ടെ, നാളുകളിൽ തന്റെ പാടത്തിലേക്കും പറമ്പിലേക്കും ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ പട്ടിണിയാകുന്നവരാണ് സാർ ഈ അടിസ്ഥാന വിഭാഗം. ഈ അടിസ്ഥാന ജനവിഭാഗത്തിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാർ നമ്മൾ ഈ കർഷക ബില്ല് കൊണ്ടുവന്നത്. എന്തായാലും ഈ വനിതാ സംവരണ ബിൽ മുതൽ അങ്ങോട്ടുള്ള ഞങ്ങളുടെ വനിതാ ശാക്തീകരണ പദ്ധതികളുടെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരുവിധ ഓഡിറ്റുമില്ലാതെ, ഒരു സൂക്ഷ്മ പരിശോധനയും ഇല്ലാതെ മോദിയെ പുണരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി വിജയത്തിലേക്ക് സഞ്ചരിക്കുമോ? അതോ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക ആരോഗ്യകരമായ, കുറച്ചുകൂടി ശക്തമായ പോരാട്ടത്തിലേക്ക് പോവുകയായിരിക്കും ഉണ്ടാവുക? കാത്തിരുന്ന് കാണണം. തൃശ്ശൂരിൻ്റെ കഥ, കേരളത്തിൻ്റെ കഥ. അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നന്ദി. പ്രിന്റു ഒപ്പം ദീപ്തി ഒപ്പം ലിജു ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.